ദിലീപ്, ഈ മുങ്ങിപ്പോയ കണ്ടെയ്നറുകളിലുള്ള കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും അതുപോലെ കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയും എല്ലാം അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. കടലിലും തീരത്തും എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പോഴും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം. ഒപ്പം ഇതുപോലുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ 112 നമ്പറിൽ വിവരം അറിയിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ തീരത്തടിഞ്ഞ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യം അറിയുന്നത് കൊല്ലം അഴീക്കൽ തീരത്തടിഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ചുള്ളതാണ്. ഇതിലിപ്പോൾ ആ വിവരം അറിഞ്ഞതിന് ശേഷം ആ ഭാഗത്തുള്ള ആളുകളെ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞോ? എന്താണ് ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളടക്കം നടത്തിയിട്ടുള്ളത്? ഒപ്പം എത്രത്തോളം സമയം അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്ര സമയം അവരവിടെ നിന്ന് മാറി നിൽക്കേണ്ടതെന്നുള്ള കാര്യങ്ങളടക്കം ഉണ്ടാകുമല്ലോ. അതടക്കം അവിടെയുള്ള ആളുകളെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആ ഭാഗത്തെ ആളുകൾ പറയുന്നത്? നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ മാധ്യമങ്ങളിലൂടെ തന്നെ ലഭിച്ച നാട്ടുകാരാണ്. അവർ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അത് കണ്ടെയ്നർ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒപ്പം തന്നെ പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെ വിവരം അറിയിച്ച നാട്ടുകാർ തന്നെ ചേച്ചി പേടിച്ചു പോയായിരുന്നല്ലേ? പേടിച്ച്, നന്നായിട്ട് പേടിച്ചായിരുന്നു. നമ്മൾ ഈ വാർത്തയിലൊക്കെ കണ്ടായിരുന്നു ഇതിനകത്ത് വലിയ മാരകമായ അതങ്ങനെ കണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നും തുറന്നു നോക്കരുത് എന്നൊക്കെ നേരത്തെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ഷേ പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ വിളിച്ച് പ്രസിഡന്റ് പറഞ്ഞ് അങ്ങോട്ടെങ്ങും പോകരുത്, ദൂരോട്ട് മാറി നിൽക്കണം, ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ട് അധികൃതരുമായിട്ട് വന്ന് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വീട് ഒന്ന് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. അടുത്തോട്ട് പോകരുതെന്ന് പറഞ്ഞായിരുന്നു. മാറാൻ പറയുമ്പോൾ പിന്നീട് മാറണ്ട എന്ന് പറയാൻ കാരണം ഇതിലൊന്നുമില്ല. അവിടെ എല്ലാവരും വന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പറഞ്ഞ് അവിടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ആശ്വാസം. എന്തായാലും ഈ വലിയൊരു ആശ്വാസമായത് ഇത്തരം മുന്നറിയിപ്പ് കേട്ടപ്പോഴാണ് ഇവർക്കൊരു ആശ്വാസമായത്. കാരണം ഇതിനകത്ത് പേടിക്കേണ്ടതില്ല എന്നുള്ളത് കേട്ടപ്പോൾ എന്തായാലും ഈ നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമായി. ആദ്യം വലിയ പേടിയായിരുന്നു, വലിയ ഭീതിയോടുകൂടെ നിന്ന ഒരു 10:30 മണി, ഇന്നലെ രാത്രി 10:30 മണിക്ക് വലിയ പേടിയിലായിരുന്നു ഈ നാട്ടുകാരുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് സമയം മാറുകയും അതിനകത്തൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളടക്കം എത്തുകയും ചെയ്തതോടുകൂടെ ഒരു ആശ്വാസം. നമുക്ക് ഇത് കൃത്യമായി ഇടപെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ് കൃത്യമായി ഇടപെട്ടത്. നാട്ടുകാരാണ് ആദ്യം വിളിക്കുകയും ചെയ്ത വ്യക്തി. ഉല്ലാസം എന്നല്ലേ പേര്? അതെ അതെ അതെ, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് എൻ്റെ വാർഡ് കൂടിയാണ്, ആലപ്പാട് പഞ്ചായത്ത്. അതെ, നേരത്തെ ഒരു മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിരുന്നു അല്ലേ? നേരത്തെ ഒരു അറിയിപ്പ് വൈകിട്ട് 6 മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രിയിൽ ഇവിടെ പരിസരത്തുള്ള ചേച്ചിമാർ ശക്തമായ സൗണ്ട് കേട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ ഈ സാധനം മേളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും കളക്ടറെയും ഒക്കെ അറിയിച്ചു. അവർ ആ സ്പോട്ടിൽ തന്നെ എല്ലാവരും ഇവിടെ എത്തുകയും വേണ്ട നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിരാവിലെ തന്നെ ക്രെയിൻ, മറ്റ് സൗകര്യങ്ങൾ, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ട് ഇതിവിടെ നീക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. ഒരു പരിശോധന കൂടെ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉടനെ തന്നെ എത്തും. ഇന്നലെ രാത്രി തന്നെ അവർ തിരിച്ചിട്ടുണ്ട് എറണാകുളത്തുനിന്ന്. ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കടലിങ്ങനെ പ്രക്ഷുബ്ധമായി നിൽക്കുന്നൊരു ഇന്നലെ രാത്രിയിൽ ഇതിൻ്റെ ഇരട്ടി വലിയ ശക്തമായ കടലായിരുന്നു. ഇപ്പം അല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാലും പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും മഴയും കടലും കൂടാവുന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ അഴീക്കൽ തീരത്ത് ഇത്തരത്തിലുള്ളൊരു കണ്ടെയ്നർ അടിയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ആളുകളെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ അത്ര രാത്രിയിൽ ഇവിടെ പരിസരത്തുണ്ടായിരുന്നവരെല്ലാം നമ്മൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാം ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയും ഭയന്നാണ് ആൾക്കാർ ഇവിടെ കഴിഞ്ഞിരുന്നത്. പിന്നീട് ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്നുള്ള തിരിച്ചു വന്നു. അതെ, തിരിച്ചു വന്നിട്ടില്ല. അവരെല്ലാവരും ബന്ധുവീടുകളിൽ തന്നെയാണ് ഇപ്പോഴും. എന്തായാലും വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും ഒന്നുമില്ല എന്നുള്ളതൊരു ആശ്വാസം തന്നെയാണ്. കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു. അതൊരു വലിയൊരു ആശ്വാസമായി നാട്ടുകാർക്കും എല്ലാവർക്കും. തീർച്ചയായിട്ടും ശ്രുതി, അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ് കളക്ടർ അടക്കമുള്ള ആളുകളെ ആ വിവരം അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. കാരണം അതിന് ഒരു നിയന്ത്രണം ഇനി എന്തായാലും പോലീസ് വെക്കുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം ആളുകൾ കൂടുതൽ എത്താൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ അധികാരികളും പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുട്ടികളടക്കം സ്ഥലത്തെത്തിക്കുന്നത്. അപ്പോൾ പോലീസ് ഇനി
പോലീസ് ഇനി കൃത്യമായ ഒരു ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ആളുകളെ കൂടുതൽ ഇതിൻ്റെ അടുത്തേക്ക് എത്തിക്കരുത് എന്നുള്ളത് ആവശ്യമാണ്. ആളുകൾ എത്തുക, ഫോട്ടോ എടുക്കുക, ഇതിൻ്റെ അകത്തോട്ട് കയറുക എന്നുള്ളത് ഒക്കെ തന്നെ ഇനി മാറ്റേണ്ടത്. കാരണം ആ ഒരു ആശ്വാസത്തിൽ നിൽക്കാനുള്ള കാരണം ഇത് കിലോമീറ്ററുകളോളം വെള്ളത്തിലൂടെ ഒഴുകി വന്നത്, ഇതിനകത്ത് വെള്ളം കയറി അത് റിഫ്രഷിംഗായി വന്നിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ്. അതുകൊണ്ടാണ് ഇതൊരു ഇത്ര ലാഘവത്തോടു കൂടെ ഇവിടെ ഇടുകയും ചെയ്തിരുന്നത്. അല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇത് കൃത്യമായ സുരക്ഷയോടുകൂടെ തന്നെ വെച്ചതിന് ഇപ്പോൾ ഇനി കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് കസ്റ്റംസ്, കോസ്റ്റൽ പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സ്ഥലത്തേക്കെത്തി ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇത് ഈ സ്ഥലത്ത് നിന്ന് JCB ഉപയോഗിച്ച് ടാച്ചി ഉപയോഗിച്ച് മാറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് മാറ്റേണ്ട നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിവരം അറിയിക്കുകയും ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളുടെ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ. എന്തായാലും ഇത് ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് നീക്കുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉണ്ട്. അത് അല്പസമയത്തിനകം തന്നെ, അതായത് ആൾ കൂടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ JCBയുടെ സഹായത്താൽ കണ്ടെയ്നർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. അത്